ഷിബു സോറൻ എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഫിഗറാണ്. അദ്ദേഹം ഇപ്പോൾ അസുഖബാധിതനായി ഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹം മരിച്ചു എന്ന വിവരമാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ ഹേമന്ത് സോറനാണ് ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രി എന്നറിയാം. 1944 ജനുവരിയിലാണ് ജാർഖണ്ഡിലെ അന്ന് ബീഹാറാണ്, അവിടെ ഹസാരിബാഗ് ജില്ലയിലെ നെമ്ര എന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിക്കുന്നത്. 1970s മുതൽ ഇങ്ങോട്ട് വളരെ സജീവമായി ആദിവാസി രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായി അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന ഒരു സംഘടന 1972 സ്ഥാപിക്കപ്പെടുന്നത്. ജാർഖണ്ഡിൻ്റെ സ്വതന്ത്ര സംസ്ഥാന പദവിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു പ്രധാനമായും ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ പ്രധാന ഉന്നവും ലക്ഷ്യവും. ആദിവാസി, അവിടുത്തെ തദ്ദേശവാസികളായ ആളുകളുടെ അവകാശങ്ങൾക്കും റൈറ്റ്സിനും വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ സംഗതിയായി കാണാൻ കഴിയുന്നത്. ഷിബു സോറൻ അതിലൊരു പ്രധാനിയായിരുന്നു. 1991 മുതൽ ഇങ്ങോട്ട് 10 തവണ അദ്ദേഹം ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തിരഞ്ഞെടുക്കപ്പെടുകയും അതിനെ തലപ്പത്തിരിക്കുകയും ചെയ്തു. നേരത്തെ ധനസുമത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന കക്ഷികളിലൊന്നുകൂടിയാണ്. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള പൊസിഷനെ കുറിച്ച് നേരത്തെ സുമോദ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി എന്നോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ബിനോയ് വിശ്വം, എങ്ങനെയാണ് നിങ്ങൾ JMMന്റെ അല്ലെങ്കിൽ അതിൻ്റെ അധ്യക്ഷനായ ഈ ഷിബു സോറന്റെ ഒരു രാഷ്ട്രീയ കാലത്തെ അടയാളപ്പെടുത്തുന്നത്? ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ അവസാന വാക്കായിരുന്നു ഒരു കാലത്ത് ഷിബു സോറൻ. ആ പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല, ജാർഖണ്ഡിലെ ആദിവാസി ജനതയുടെ സാമൂഹിക രാഷ്ട്രീയ ഉണർവിന്റെ അടയാളമായി അദ്ദേഹത്തെ എത്ര കാലത്ത് ഓർക്കും. അദ്ദേഹത്തിന്റെ ജീവിതവും സമരങ്ങളുമെല്ലാം എല്ലാ കാലത്തും അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചന പോരാട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഷിബു സോറന് ഒരു യൗവനകാലത്ത് കമ്മ്യൂണിസ്റ്റ് ബന്ധത്തിന്റെ ഭൂതകാലവും ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ കൂടി സ്വാധീനം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആശയങ്ങളെ ഷിബു സോറൻ പരിചയപ്പെടുത്തിയത് എന്ന് പറയുന്നവരുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, പോരാട്ട വീര്യം, അതെല്ലാം ജാർഖണ്ഡിലെ ജനതയുടെ മുന്നേറ്റങ്ങളിൽ അതിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല, വർഗീയ ഫാസിസ്റ്റ് RSS ജാർഖണ്ഡിന്റെ മേലും ആ ആദിവാസി മേലാകെ തന്നെയും നാനാരൂപത്തിലും വിഷപ്പച്ചനായി വന്ന് സ്വാധീനമർപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അതിന്റെ ആപത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെറുക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഐക്യത്തെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നയിക്കാനും രൂപം കൊടുക്കാനും അദ്ദേഹം കാണിച്ച പങ്കിനെ ഒരിക്കലും മറക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉറ്റ ബന്ധുവായിരുന്നു ഷിബു സോറൻ. അതുകൊണ്ട് തന്നെ ഈ ഭരണത്തിൽ മറ്റെല്ലാ ജനാധിപത്യവാദികളെയും പോലെ തന്നെ പാവങ്ങളുടെ വിമോചന സമരത്തിന്റെ താല്പര്യങ്ങൾ വെട്ടിപ്പിടിക്കുന്ന എല്ലാവരെയും പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിലേറ്റ ദുഃഖമുണ്ട്. ഞാൻ ആ ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ കുറെ സുഹൃത്തുക്കൾ എനിക്കുമുണ്ട്. അവരൊക്കെ എത്രമാത്രം ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. അവരെല്ലാം ഞാൻ ഓർക്കും. ശരി, താങ്ക് യു ശ്രീ ബിനോയ് വിശ്വം, താങ്കളുടെ പ്രതികരണത്തിന്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന കക്ഷിയിലൂടെ ജാർഖണ്ഡിൻ്റെ വിമോചനത്തിന് വേണ്ടി, ജാർഖണ്ഡിൻ്റെ വിമോചനം സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ, JMMന്റെ അവസാന വാക്കായിരുന്ന ഒരാൾ, ആദിവാസികൾക്കിടയിൽ, അവിടുത്തെ ആദിവാസി തദ്ദേശ ജനതയ്ക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരാൾ, ദിഷോം ഗുരു എന്ന വിളിപ്പേരുണ്ടായിരുന്ന ഒരാൾ ഷിബു സോറൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട മുഖമായിരുന്ന ഷിബു സോറൻ വിടവാങ്ങുകയാണ്. ജാർഖണ്ഡ് രാഷ്ട്രീയത്തിൽ നിന്ന്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് നെഗറ്റീവായും പോസിറ്റീവായുള്ള പല സംഗതികൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു മറയുന്നുണ്ട്. ആദിവാസി ഗോത്ര ജനതയുടെ അവകാശ പോരാട്ടങ്ങളുടെ നേതൃസ്ഥാനീയനായിരുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ തന്നെ നിരന്തരമായി വിവാദങ്ങളിൽ പെട്ടിരുന്ന ഒരാൾ, ഗുരുതരമായ ക്രിമിനൽ കേസുകൾ ആരോപണം ഉന്നയിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്ത ഒരാൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികാര നഷ്ടങ്ങളെ അനുഭവിച്ച ഒരാൾ, അങ്ങനെ പലതരത്തിൽ ഷിബു സോറനെ വായിക്കാൻ കഴിയുമെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു മുഖമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവില്ല. ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്.